ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർ ചൂസ് ടേസ്റ്റ് ആൻഡ് പേഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യണം. അപ്പോൾ ഈ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നെക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നാലാണ് നമുക്ക് കറക്റ്റ് ഒരു പാറ്റേൺ നമ്മളുടെ മെഷർമെൻറ്റ്സ് നമുക്ക് അറിയുള്ളൂ. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. ക്ലോത്തിൻ്റെ നമ്മളുടെ സെൻറ്റർ ഭാഗം വരുന്നിടത്ത് നമ്മൾ നീളത്തിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഒരു സ്കെയിലോ ടേപ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. സെൻറ്റർ ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ചിൽ ഇതുപോലെ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ആ ലൈനിൽ നിന്നും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈനും കൂടെ വരച്ചു കൊടുത്തു. അതുപോലെ സെയിം മെത്തേഡിൽ തന്നെ ആ സെൻറ്റർ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ സെയിം മെത്തേഡിൽ തന്നെ 2.5 ഇഞ്ചിലാണ് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അപ്പുറത്തോട്ട് ഞാൻ ലൈൻ വരയ്ക്കുന്നില്ല. അതായത് റൈറ്റ് സൈഡ് വരുന്ന ഭാഗത്ത് 2.5 ഇഞ്ച് മാത്രമാണ്, ഒരു ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മറ്റേ ഭാഗത്ത് 2 ലൈൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഇത് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾക്കൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മിറേഴ്സാണ് കേട്ടോ. ഇപ്പം ഞാനൊരു 3 ഷേപ്പിലുള്ള ഷേപ്പല്ല 3 സൈസിലുള്ള മിറർ വെക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡ്രോ ചെയ്യാണ് ഏതൊക്കെ മിറർ എവിടെ വെക്കണമെന്ന്. അപ്പോൾ തുടക്കത്തിൽ ഞാനൊരു ചെറിയ മിറർ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആദ്യം തന്നെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ചെറിയ മിററിൻ്റെ ഒരു ഇത് വരച്ചു, അവിടെ വെച്ചു കൊടുത്തു നോക്കി. പിന്നെ ഞാൻ കുറച്ച് താഴത്തോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ ഒരു ബിഗ് മിറർ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. കുറച്ച് വലിയ മിററാണ്. അപ്പോൾ ആ മിറർ അവിടെ വെച്ച് കൊടുത്തു. ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഏകദേശം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലും നമ്മളൊരു ബിഗ് മിറർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്തു. പിന്നെ അടുത്തത് ഇവിടെയാണ് വെക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടുള്ള ഒരു ലെവലിൽ നമ്മളൊരു മിറർ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതൊരു സെക്കൻഡ് ലെവലിലുള്ള മിറർ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ മിറേഴ്സ് എല്ലാം ഞാൻ ഗ്ലാസ് മിറേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് മിറേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ നമ്മൾ വേറെ ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ തൊട്ടടുത്തടുത്തല്ലാണ്ട് ഒരു ഓൾട്ടർനേറ്റ് ലുക്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആയാലും വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു സൈസ് എങ്ങനെ വെക്കണം എന്നുള്ളത് ആദ്യം ഒന്ന് ഡ്രോ ചെയ്തു. അതിനുശേഷം നമ്മളൊന്ന് മിറേഴ്സ് ജസ്റ്റ് അവിടെ ഒന്ന് വെച്ച് നോക്കുകയാണ്. എങ്ങനെ ഭംഗി ഉണ്ടാവുമോ, എന്താണ് ഇതിനെ മാറ്റണോ ഡ്രോയിങ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ മിററാണ് വെച്ചത്. ഇനി ഒരു ഇവിടെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരെണ്ണം കൂടെ ഞാൻ ഡ്രോ ചെയ്തിട്ട് അവിടെ ഞാൻ സെക്കൻഡ് നമ്പർ ഓഫ് മിറർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനി എല്ലാം കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്ത് നമ്മൾക്ക് ഒരു ലൈനും കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഫുള്ളായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ മിററൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി ഈ മിറേഴ്സ് എല്ലാം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ മിറർ എടുത്ത് അതിൻ്റെ താഴെ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടും കൂടെ വേണം ചെയ്യാനെന്ന്. എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ മിറേഴ്സും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ താഴെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ മിററും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണങ്ങാൻ വേണ്ടി വിടണം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ മിറർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മിറർ എല്ലാതും നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നോക്കാം. നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ താഴെയുള്ളതിൽ സ്റ്റിക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നമ്മളുടെ എല്ലാം ഗ്ലൂ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ സ്റ്റിക്കാവും. അപ്പോൾ നമ്മളുടെ താഴെ ഇടുന്ന ക്ലോത്തിലോ എന്തെങ്കിലും സ്റ്റിക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. പേപ്പർ ആയതുകൊണ്ട്, ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് നമ്മളുടെ മിറർ എല്ലാതും സ്റ്റിക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രെയിമിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ,
അപ്പോൾ ഫ്രെയിമിലിട്ടാൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫ്രെയിമിലിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിമില്ലെങ്കിൽ കൈ കൊണ്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ ഫ്രെയിം ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രെയിം ഇട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്, സ്റ്റിക്കായിട്ടുണ്ട് മിററൊക്കെ. ഇനി മിററിന് നമ്മളൊരു ഫ്രെയിം കൊടുക്കാൻ പോവാണ്. ഇത് ഇപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ ഈ മിറർ ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഷോപ്പിലും മേടിക്കാൻ കിട്ടും, പക്ഷെ കൈകൊണ്ട് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്താലും നന്നായിരിക്കും. അത് വളരെ ഈസിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഫ്രെയിമുമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിറർ ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, ഫുള്ളായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ മിറർ ഫ്രെയിമിൻ്റെ ത്രെഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗ്ലൂ കൂടുതൽ വേണോ കുറവ് വേണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ബിക്കോസ് ചില ടൈപ്പ് ഓഫ് ഫ്രെയിമിൻ്റെ ത്രെഡ് ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വരും, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഗ്ലൂ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മിററിന് മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആദ്യമേ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ മിററിന് ചുറ്റുമായിട്ട് നിൽക്കുന്ന ഭംഗിയിലുള്ള ഫ്രെയിമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഇത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വിടണം. അപ്പോൾ ഞാനിപ്പോൾ ഉണങ്ങാൻ വിട്ടിട്ടില്ല. ഉണങ്ങാൻ വിട്ടതിന് ശേഷം നമുക്ക് ഈ ഫ്രെയിം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതവിടെ ഗ്ലൂ ഒന്നും പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഉണ്ടോ, അപ്പോൾ അത് ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം ചെയ്താൽ കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പോൾ ഉണങ്ങാതെ തന്നെ ചെയ്യാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത് ഒരു 4 സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കുക, അത്രേ ഉള്ളൂ. അധികം ദൂരത്തോട്ട് കുത്തണ്ട, മുകളിലോട്ട് കുത്തുക, താഴത്തോട്ട് കുത്തുക, അങ്ങനെ 4 സൈഡിലും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് നമ്മൾ തുന്നിയെടുക്കാം. അപ്പോൾ ഓരോ സമയത്തും ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഉണങ്ങാതെ ചെയ്യുകയാണെങ്കിൽ, ഉണങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ 4 സൈഡിലും ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുകയാണ്. ഫുൾ റൗണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4 സൈഡിലും കൊടുത്താൽ തന്നെ ആ ഫ്രെയിം അവിടെ ഇതായിക്കോളും. ഓൾറെഡി നമ്മൾ ഗ്ലൂ ഇട്ടതായതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒന്ന് സെക്യൂർ ചെയ്യാൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ നീഡിലുകൊണ്ട് ഒന്ന് തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇത് 4 സൈഡിലും തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഉണങ്ങിയിട്ട് ഓരോ വർക്കും ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫ്രെയിം ഒട്ടിച്ചതിന് ശേഷം നമ്മൾക്കൊരു മെഷർമെൻറ്റ് എടുക്കണം. ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു ഫ്രെയിം റൗണ്ടിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു സ്കെയിലോ ടേപ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു 3 ഇഞ്ചിൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴത്തോട്ടും ഒരു 3 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തൊക്കെ 3 ഇഞ്ച് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, അത് നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ താഴത്തോട്ടും മുകളിലോട്ടും നമ്മളൊരു 3 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ജസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഒരു താഴെ നിന്ന് ഒരു ഇഞ്ചോ ഒരു 1.5 ഇഞ്ചോ 1.5 സെൻറ്റിമീറ്ററോ, സോറി ഇഞ്ചല്ല സെൻറ്റിമീറ്ററോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് അതുപോലെ തന്നെ ഒരു 1.5 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ, അത് കറക്റ്റ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കൈവച്ച് ഡ്രോ ചെയ്യാവുന്നുള്ളൂ. അതിനുശേഷം ഈ സൈഡിലോട്ടും ഒരു 1.5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ആ ലൈൻസിനെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുത്തു. ഉണ്ടോ, അപ്പോൾ ഇതെല്ലാതും നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ വേണമെങ്കിൽ ഒരു ജസ്റ്റ് മാർക്കിംഗ് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ ഡ്രോ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യമേ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ വരണമെന്നുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം, നേരത്തെ ഡ്രോ ചെയ്തിടണോ അതല്ല ഇത് ഫ്രെയിം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ. മെഷർമെൻറ്റ് എടുത്ത് ചെയ്താൽ എല്ലാതും ഒരേ ലുക്കിൽ നിൽക്കും, അല്ലെങ്കിൽ അത് പലതും പല ഷേപ്പിൽ നിൽക്കും. ഓക്കെ, അതാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ബീഡ്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബീഡ്സാണ് എടുക്കുന്നത്. ഇതൊരു ആൻറ്റിക് കളറാണ് കേട്ടോ ശരിക്കും, പക്ഷെ അത് അത്ര അങ്ങോട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് വലിയ ടൈപ്പ് ഓഫ് ബീഡ്സാണ് എടുക്കുന്നത്. 2 ടൈപ്പ് എടുക്കുന്നുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും.
അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാധാരണ നമ്മുടെ സൂചിയിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ത്രെഡ് കോർത്തെടുത്തതിന് ശേഷം ഈ ലൈനിൻ്റെ എവിടെ നമ്മൾ ഫ്രെയിമിനോട് ചേർത്ത് താഴത്ത് നിന്ന് മുകളിലോട്ടൊന്ന് കുത്തിയെടുക്കുകയാണ്. വേണമെങ്കിൽ ആ ഫ്രെയിമിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് എടുക്കുക. ഞാനിപ്പോൾ ആ ഭാഗത്ത് ഫ്രെയിം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് താഴത്തോട്ടും കൂടെ ഒന്ന് കുത്തിയെടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് കുത്തുകയാണ്. ആ ഫ്രെയിമിനെയും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യാം എന്നുള്ള ഇതോടുകൂടി ഇതിനാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഫ്രെയിമിനോട് ചേർന്ന് തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ നമ്മൾ ബീഡ്സ് കോർക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതിപ്പോൾ ഒരു നൂലിൽ ഇങ്ങനെ നിറച്ച് വരുന്ന ബീഡ്സാണ്. അപ്പോൾ ഇതിലാവുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് കോർത്തെടുക്കാനായിട്ടെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഇതുപോലെ ത്രെഡ് ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി നമ്മൾക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ പറയുന്നതെന്നുള്ളത്. ഇതുപോലെ ആ ത്രെഡിൻ്റെ ഉള്ളിലോട്ട് നീഡിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് കോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ നീഡിൻ്റെ ഉള്ളിലോട്ട് കയറും. അപ്പോൾ 1 by 1 ആയിട്ട് കോർക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം താഴത്തോട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ കുത്തി നീഡിലെടുക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, തിരിച്ച് മുകളിലോട്ട് എടുക്കുമ്പോൾ ഒരു 2 ബീഡിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ നീഡിൽ കുത്തിയെടുക്കുന്നത്. നീഡിൽ ഇങ്ങനെ പുറത്തോടെ ഇതുപോലെ എടുത്തിട്ട് ആ 2 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഫുൾ ആ 2 മുകളിലോട്ടും താഴത്തോട്ടും വരച്ച ആ ലൈനിൽ നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട എന്ന് ഇതുപോലെ ചെയ്യണമെങ്കിൽ ഗ്ലൂ വെച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബീഡ്സിൻ്റെ ഇപ്പോൾ ഓൾറെഡി ആ ത്രെഡിൽ തന്നെയുള്ള ബീഡ്സ് ആണെങ്കിൽ ജസ്റ്റ് അത് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നാലും നിൽക്കും, ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതൊക്കെ നിൽക്കും. പക്ഷെ ഒന്നും കൂടെ നമ്മളുടെ വർക്കിനെ ഭംഗി ഐ മീൻ ഇൻ ദ സെൻസ് എന്താ പറയുക, ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ത്രെഡിൽ കോർത്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ ആണ് ഈസി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. എന്നാലും നമ്മുടെ വർക്കിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ മുകളിലും താഴെയും നമ്മൾ ഇതുപോലെ ബീഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ റൗണ്ടായിട്ട് വരച്ചല്ലോ, ഒരു സെമി സർക്കിൾ പോലെ ഒരു കേവ് കൊടുത്തല്ലോ, ആ കേവിൽ നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇനി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന വർക്ക് തന്നെ ത്രെഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷെ അത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും, ക്ലോത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഗ്ലൂ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും സാധനം യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈസൊക്കെ നമുക്ക് ഈ ഗ്ലൂ ഇടുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കാം കേട്ടോ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് ഓരോ വർക്കും കഴിഞ്ഞ് വരുമ്പോൾ അതിനൊരു ഐഡിയ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യുന്നത്, നേരത്തെ സ്റ്റിക്ക് ചെയ്ത ആ ബീഡ്സ് ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ച് ചെറിയ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ പോലെയാണ് തോന്നുന്നത് അല്ലേ, ആൻറ്റിക് ഷെയ്ഡാണ് ശരിക്കും, ഇതെന്താണെന്ന് അറിയില്ല. ഇതിൽ വരുമ്പോൾ കയ്യിൽ വരുമ്പോൾ ഗോൾഡൻ ഷെയ്ഡ് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ചെറിയ ബീഡ്സ് ഇതുപോലെ എടുത്തിട്ട് ഈ ഗ്ലൂവിലോട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്യാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോൾസ് ഉള്ള ഭാഗം മുകളിലോട്ട് വരരുത്. അതെന്തെങ്കിലും ഒരു പോയിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം യൂസ് ചെയ്തിട്ട് ഹോൾസ് 2 സൈഡിലോട്ടും വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഹോൾസ് നമ്മൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു പെർഫെക്ഷൻ കുറവായിട്ട് തോന്നും നമുക്ക്. അതായത് ആ ഹോള് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേ നമ്മളുടേത്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഗ്ലൂ ഉള്ള എല്ലാ ഭാഗത്തും അടുക്കി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഹോൾസ് ഉള്ളതൊക്കെ ഈ സിസേഴ്സിൻ്റെ ടിപ്പ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ശരിക്കും ബീഡ്സ് എടുക്കാൻ ഒരു പ്ലക്കർ ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അതില്ലാത്തവർക്ക് ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ടും ജസ്റ്റ് ടേൺ ചെയ്തിട്ട് ചെയ്യാം എന്നുള്ളത് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അടുക്കി നല്ല ഭംഗിയിൽ ഫുള്ളായിട്ട് അടുക്കി വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ലെയർ പോലെ റൗണ്ട് ചെയ്ത് നമ്മളുടെ ആ മിറർ ഫ്രെയിം ഉണ്ടല്ലോ, അതിനെ റൗണ്ട് ചെയ്ത് വരുന്ന വിധത്തിൽ
ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ ഇനിയത്തെ പരിപാടി. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ. ഞാനിപ്പോൾ കുറച്ച് ഇട്ടതിന് ശേഷം പിന്നെ ഔട്ടർ ലൈൻ ഇതുപോലെ നമ്മളുടെ ത്രെഡിനെ അങ്ങനെ തന്നെ വെച്ച് ഒന്ന് ഔട്ടർ ലൈൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ ത്രെഡ് പതുക്കെ വലിച്ചെടുക്കുകയാണ്. ത്രെഡ് വലിച്ചെടുക്കണം നിർബന്ധമില്ല, ജസ്റ്റ് അവിടെ കട്ട് ചെയ്തിട്ട് താഴത്തോട്ട് നമ്മൾ നീഡിൽ യൂസ് ചെയ്ത് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഗ്ലൂ ആണല്ലോ ഫുൾ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ടർ ലൈൻ ആദ്യമേ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നർ പോർഷനിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ഔട്ടർ പോർഷൻ ആദ്യമേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ ഇന്നർ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ പോവാണ്. ഇതാ അപ്പോൾ നമ്മൾ ഇതൊരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ചെയ്തെടുത്തതിന് ശേഷം എങ്ങനെയുണ്ടായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്ന് നോക്കാം. ഫൈനൽ ലുക്ക് എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇനി വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഫൈനൽ ചെയ്ത് വരുമ്പോൾ ഈ ഡിസൈനിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരും. ഇവിടെയൊക്കെ കുറച്ച് എക്സ്ട്രാ ബീഡ്സൊക്കെ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്തൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് കേർവ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാമെന്ന്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പുകളൊക്കെ ചിലതൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, ചിലത് വലുതും ചെറുതും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മിറർ ഫ്രെയിം നമ്മൾ ഗോൾഡൻ ആണ് വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ഗോൾഡൻ ബീഡ്സും ഗോൾഡൻ ഫ്രെയിമും കൂടെ വരുമ്പോൾ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡ്രസ്സിൻ്റെ മാച്ചായിട്ട് ഒരു മെറൂൺ കളർ ഫ്രെയിം ഉണ്ടാക്കി അതാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.